സംഭവിച്ചു. ഇനി അതിനെന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തണം? ഈ ജാഗ്രതായ ചിന്തയും നമ്മുടെ ഭരണകൂടങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ നാട്ടാർക്കും നാടിനുമൊക്കെ ഉണ്ട്. വയനാടിൻ്റെ ഈ ദുരിതം അത് വയനാടിൻ്റെ കേവലം 2-3 ഗ്രാമങ്ങളിൽ ഒതുങ്ങുന്നതല്ല. അത് കേരളത്തിൻ്റെ എവിടെയൊക്കെയുള്ള മലയാളിയുടെയും മനസ്സിൽ കൂടി ബാധിക്കുന്ന ഒന്നാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഈ ദുരിതത്തെ കണ്ടതും കാണുന്നതും അതിനുള്ള പരിഹാരങ്ങളുമായി നിലനിൽക്കുന്നതും. മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കുമ്പോൾ, അവർ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ ഉറ്റവരുണ്ട്. വേദനയോടുകൂടി മണ്ണിന് മുകളിൽ ജീവിക്കുന്നവർ, സർക്കാർ സംവിധാനങ്ങളിൽ ജീവിക്കുന്നവർ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 91-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, ഏതാണ്ട് 100ഓളം വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾ. അവരൊക്കെയും ഇത് കാണുകയാണ്. ഒരുപക്ഷെ മനസ്സിലെങ്കിലും അവർക്കൊരു പക്ഷേ കാണാനുള്ള കരുത്തുണ്ടാകില്ലായിരിക്കാം. പക്ഷേ അവരൊക്കെ മനസ്സിലിത് കാണുകയാണ്. അവരുടെ പ്രിയപ്പെട്ടവരാണ് മണ്ണിലേക്ക് മടങ്ങുന്നത്. പേരറിയില്ലായിരിക്കാം, അഡ്രസ്സ് അറിയില്ലായിരിക്കാം. അങ്ങനെയാണ് തിരിച്ചറിയാനാകാത്തത് എന്ന് സാങ്കേതികാർത്ഥത്തിൽ നാം അടയാളപ്പെടുത്തുന്നത്. പക്ഷേ അവരെ തിരിച്ചറിയും. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളോടൊപ്പം ജീവിതം പങ്കുവെച്ചവരാണ്. അവർക്കൊപ്പമാണ് ഞങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം. അതുകൊണ്ടാണ് ഇങ്ങനെ കരളുപിടഞ്ഞ് കേരളം വയനാട് ജനതയ്ക്കൊപ്പം നിൽക്കുന്നത്. ആ ജനതതി അനുഭവിച്ച ദുരിതം, ആ ജനതതി ഏറ്റുവാങ്ങിയ ദുരിതം, ആ ജനതതി കൊണ്ടാടിയ ദുരന്തമൊക്കെ അവരുടെ മാത്രമല്ല, അത് ഞങ്ങളുടേത് കൂടിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക കേരളത്തിൻ്റെ സംജ്ഞ, അതിൻ്റെ ആദരവ്, അതിൻ്റെ കരുത്ത് ഒക്കെയാണ് ഈ കണ്ണീരിലൂടെയും നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ക് ഒരു മണ്ണായി, ഒരു മലയായി, ഒരു മഴയായി ഒക്കെ ഞങ്ങളുടെ ജീവനുകളെ ആയേക്കാം. പക്ഷേ അവരെ വേരറ്റൊടുങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നവോത്ഥാന കേരളത്തിൻ്റെ രാഷ്ട്രീയ തുടർച്ചയാണ് ഒരുപക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. 31 മനുഷ്യജീവനുകൾ, 158 മൃതദേഹ ഭാഗങ്ങളും മനുഷ്യൻ തന്നെയാണ്, മനുഷ്യൻ്റെ ഭാഗം തന്നെയാണ്. അതിനെയും ഒരു വ്യക്തിയായി തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. അതാണ് മണ്ണിലേക്ക് നാം എല്ലാ ആദരവും നൽകി മടക്കി അയക്കുന്നതിന് ഉദാഹരണം. ശാസ്ത്രീയമായ ജൈവപരമായ അടയാളപ്പെടുത്തൽ, DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA, ആ DNAയുടെ സ്ട്രക്ചർ കൂടി, അതിൻ്റെ എല്ലാവിധത്തിലുമുള്ള അടയാളങ്ങൾ കൂടി കുഴിമാടത്തിലും പുറത്തും പ്രദർശിപ്പിച്ച് തന്നെയാണ് നമ്മൾ ഈ ശവസംസ്കാരത്തിന് ശാസ്ത്രീയ അടിത്തറ കൂടി നൽകുന്നത്. കാരണം ഏതെങ്കിലും നിമിഷം എവിടെയെങ്കിലും ബന്ധുവിനെ നഷ്ടപ്പെട്ടവർക്കെത്തിയാൽ ആ DNA-യിലൂടെ അവർക്ക് അടയാളപ്പെടുത്താനാകും, തിരിച്ചറിയാനാകും എന്ന കരുതൽ കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായും. അങ്ങനെ 31 പേരിൽ 16 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ശവസംസ്കാരം നടത്തിയിട്ടുള്ളത്. അടുത്ത ഘട്ടമായി 16 പേരുടെ കൂടി അടുത്ത ഘട്ടമായി നടത്താൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് അവിടെ ഒരു വശത്ത് നടക്കുന്നത്. ഒരു വശത്ത് മൂടപ്പെട്ട സഹോദരങ്ങൾക്ക് മുകളിൽ കൂടുതൽ മണ്ണുകളിട്ട് സുരക്ഷിതമാക്കുന്നു. മറ്റൊരിടത്ത് അടുത്ത ഘട്ടത്തിലേക്കുള്ളവരുടെ ഒരുക്കങ്ങൾ തയ്യാറെടുക്കുന്നു. അങ്ങ് മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള കുടുംബാരോഗ്യ പ്രാഥമിക സർക്കാർ സംവിധാനങ്ങളിലൊക്കെ പോസ്റ്റ്മോർട്ടവും അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളും എല്ലാം പൂർത്തീകരിക്കുന്നു. അതിനുശേഷം വീണ്ടും മണ്ണിലേക്ക് മടക്കാനായി അവരെ കൂടി, ആ കേരളത്തിൻ്റെ ആ സഹോദരങ്ങളെ കൂടി എത്തിക്കുകയാണ്. തീർച്ചയായും കരള് പിടഞ്ഞു തന്നെയാണ് കേരളം അവർക്ക് ആദരവ് നൽകുന്നത്. ആ വേദന ഉള്ളിലൊതുക്കി തന്നെയാണ് നാം നീങ്ങുന്നത്. ജീവിതത്തിലേക്ക് മടങ്ങാനിരുന്നവരെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് പ്രകൃതി ചതിച്ചതാണ്. പ്രകൃതി മണ്ണായി വന്ന് മൂടിയതാണ്. അങ്ങനെ മൂടിയ അവരുടെ ജീവിതം, ആ ജീവിതം അവരോടൊപ്പം മാത്രം പോകുന്നതല്ല, അത് ഞങ്ങൾ കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നിടത്താണ് കേരളം വീണ്ടും പുനർജനിക്കുന്നത്. വയനാട് എന്നത് കേവലമായ 2 പ്രദേശമോ ഒരു ജില്ലയിൽ ഒതുങ്ങുന്നതോ അല്ല, അത് ഞങ്ങൾ കൂടിയാണ് എന്ന് കേരളം ഉറക്കെ പറയുന്നതും ഈ ഘട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നതും അതുകൊണ്ട് കൂടിയാണ്. കേരളം, മലയാളി മനസ്സ്, സാഹോദര്യം ഇതൊക്കെ അവിടെ പ്രതിഫലിക്കുകയാണ്. അത് ജീവിതത്തിലും അതെ, മരണത്തിലും അതെ. മരിക്കുന്നവർക്കൊപ്പവും ജീവിച്ചിരിക്കുന്നവർക്കൊപ്പവും
അവർക്ക് വേണ്ട എല്ലാ ആദരവും അതർഹിക്കുന്ന രീതിയിൽ നൽകി ഹൃദയം കൊണ്ട് അതിനൊരിടം നൽകുന്നു എന്നുള്ളതാണ്.